വെൽക്കം ബാക്ക് ടു മൈ തോട്ട്സ് മൈ ലൈഫ്. ഇന്ന് ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സർവശക്തനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. അതെ, നന്ദി. നന്ദി എന്ന വാക്ക് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്കാണ്. നന്ദിയില്ലെങ്കിൽ മനുഷ്യജന്മത്തിന് പൂർണ്ണതയില്ല. നമ്മൾ ഒരാളോട് നന്ദി പറയുകയാണെങ്കിൽ കേൾക്കുന്ന ആൾക്ക് അയാളുടെ മനസ്സിൽ നമുക്കുള്ള സ്ഥാനം വലുതായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ അവരോടൊരു നന്ദി പറയുക എന്നുള്ളത് ന്യായമായ കാര്യം തന്നെയാണ്. അങ്ങനെ നന്ദി പറയുമ്പോൾ ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് ലഭിക്കുന്നു. മറ്റുള്ളവരിലുള്ള നന്മകൾ കാണാൻ പഠിക്കണം. അവരിലുള്ള നന്മകളെ നമ്മൾ അംഗീകരിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ആരെങ്കിലും നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ സഹായിച്ചു തരികയാണെങ്കിൽ ഇതൊരു നിസ്സാരപ്പെട്ട കാര്യമല്ലേ എന്ന് പറയരുത്, എന്ന് വിചാരിക്കരുത്. അവർ ചെയ്തു തരുന്ന ഏതൊരു ചെറിയ കാര്യത്തിനും നന്ദി പറയുക. ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. നമ്മുടെ ബന്ധുമിത്രാദികൾ വഴിയും നമ്മുടെ സുഹൃത്തുക്കൾ വഴിയും നമുക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അവരോടൊക്കെ ഒരു നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. പക്ഷെ നമ്മൾ അതിനൊന്നും മുതിരാറില്ല, അല്ലേ? നന്ദി പറയുക എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ കാര്യത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ സ്വഭാവത്തിൽ അങ്ങനെ വരുത്താൻ നമുക്ക് ഭയങ്കര പ്രയാസമാണ്. നമുക്കൊരാൾ ലിഫ്റ്റ് തരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ജോലിയുടെ സാലറി വാങ്ങിക്കുമ്പോൾ, നമ്മൾ ജോലി ചെയ്തിട്ടാണ് അവർ നമുക്ക് സാലറി തരുന്നതെങ്കിൽ കൂടിയും ആ ശമ്പളം തരുന്ന സമയത്ത് അവരോടൊരു നന്ദി പറയുക, അത് അവർക്കും ഒരു സന്തോഷം ഉണ്ടാക്കും. വളരെ ഉപകാരം, അല്ലെങ്കിൽ ഒരുപാട് നന്ദി എന്ന് പറയാൻ എത്ര സമയം വേണം? വിത്തിൻ സെക്കൻഡ്സ് മതി. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ അളവറ്റ കാര്യങ്ങൾക്ക് നന്ദി പറയാൻ അമേരിക്കയിൽ പോലും നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. അമേരിക്കൻ കോൺഗ്രസിന്റെ ശുപാർശ അനുസരിച്ച് 1789 ഒക്ടോബർ 3 അമേരിക്കൻ പ്രസിഡന്റ് വാഷിംഗ്ടൺ താങ്ക്സ് ഗിവിംഗ് ഡേ പ്രഖ്യാപിച്ചു. ദൈവം അമേരിക്കയ്ക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ ഔദ്യോഗികമായി നീക്കിവെച്ചിട്ടുള്ള ഒരു ദിവസമാണത്. ക്രിസ്മസ് പോലെ തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവിടുത്തെ ജനങ്ങൾ ഈ ഒരു ദിവസം ആചരിക്കുന്നത്. അതുപോലെ തന്നെ 79 മുതൽ കാനഡയും ഈ താങ്ക്സ് ഗിവിംഗ് ഡേ എന്ന് പറയുന്നത് ദേശീയ അവധി ദിനമാക്കി. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നന്ദി എന്ന വാക്കിന്റെ പ്രാധാന്യമാണ്. നമുക്കൊരാളെ സഹായം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പിനായിട്ട് വരുമ്പോൾ അവരോടൊരു നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൽ പെടുന്നതാണ്. ഞാൻ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഇതൊക്കെ ചെയ്ത് കാണിച്ചാലേ വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളും ഇതൊക്കെ കണ്ടുപഠിക്കുകയുള്ളൂ. അവരോടും ഇതിൻ്റെയൊക്കെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കണം. ഒരു താങ്ക്സ് എന്ന് പറയുന്ന വാക്ക് നിസ്സാരം ഒരു വാക്കല്ല, അതിന് ഒരുപാട് വാല്യൂ ഉണ്ട്. ഒരാൾ നമുക്കൊരു സഹായം ചെയ്തു തരുമ്പോൾ അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അവരുടെ മുന്നിൽ അത് നിസ്സാരവൽക്കരിച്ച് കാണിക്കരുത്. പകരം നമുക്കത് കിട്ടിയ വലിയൊരു ഹെൽപ്പായിട്ട് കണ്ടുകൊണ്ട് അവരോട് താങ്ക്സ് പറയുക. എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം ഇങ്ങനെയുള്ള ടോപ്പിക്സ് ആയതുകൊണ്ട്. അപ്പോൾ വീഡിയോസിൻ്റെ അഭിപ്രായം ദയവ് ചെയ്ത് കമൻ്റായിട്ട് അറിയിക്കണം, എങ്കിലേ എനിക്കൊരു എനർജി കിട്ടത്തുള്ളൂ. ഓക്കെ, നന്ദി പറയൽ ഒരു ശീലമാക്കണം, ആക്കിയേ പറ്റൂ. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് പിന്നീട് വരാം. ടാറ്റ.